ബേബി 2 മിനിറ്റ് നീ ഒന്ന് കണ്ണടച്ചേ. എന്തിനാ? സർപ്രൈസ് അല്ലേ, കണ്ണടക്കേ. ഓക്കേ. ഇനി നിന്റെ കണ്ണ് തുറന്നേ. എന്താ ഇത്? നിനക്കുള്ള ഗിഫ്റ്റ്. ഓക്കേ. വൗ, താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നിനക്കറിയാലോ, എനിക്ക് കല്യാണത്തിലൊന്നും വിശ്വാസമില്ല. ഇങ്ങനെ പ്രണയിക്കുന്നതാ നല്ലത്. പ്രിയ, ഐ ലവ് യു. ഐ ലവ് യു ടു. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ ഞാൻ സന്തോഷം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കാം. നീ എൻ്റെ അടുത്തുള്ളപ്പോഴെല്ലാം ഞാൻ ഈ ലോകം തന്നെ മറന്നു പോകാറുണ്ട്. ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഇന്നലെ ഞാൻ നിന്നെ ഒരുപാട് നേരം നോക്കി നിന്നു. ട്രാഫിക് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഒരു ഫംഗ്ഷന് പോണായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, ഈ സീൻ നമ്മൾ രണ്ടുപേരും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ശരിയാ. നമുക്ക് ഈ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? എന്താ? ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ഒരിടത്ത് വെറുതെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് പഴയതുപോലെ ആവാം, പണ്ട് സ്നേഹിച്ചതുപോലെ. രാഖി, പ്രിയ, പ്രിയ. എന്താ അതൊന്നും കയറാൻ പറ്റില്ല, പുറത്തേക്ക് പോ. ഒന്ന് മാറി നിന്നേ. ഇല്ല, ഇത് സത്യമല്ല. ആരാതാൻ? സാർ, ഞാൻ ഇവരുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ അതോ? സാർ, ഞങ്ങൾ ഫ്രണ്ട്സാണ് സാർ. എൻ്റെ മുഖം കണ്ടറിയാൻ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. എന്താണ് മറച്ചു വയ്ക്കുന്നത്? ഒന്നുമില്ല സാർ, അങ്ങനെയൊന്നും ഇല്ല സാറേ. ഇവന്റെ അഡ്രസ് എഴുതിയെടുക്കുക, സൂക്ഷിക്കണവനെ. ശരി സാർ, ചെല്ല്. അഡ്രസ് പറയടോ. ആ, ചെല്ല്. പ്രശോഭ്, 2 ബോഡിയും പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. അവനൊന്ന് സൂക്ഷിക്കണം. ശരി സാർ. നമുക്ക് രണ്ടുപേർക്കും ഒരു എക്സ്പെരിമെന്റ് നടത്തിയാലോ? എന്ത് എക്സ്പെരിമെന്റ്? നമ്മുടെ ആ പഴയ ചുറുചുറുക്ക് തിരിച്ചു കിട്ടാൻ. ദേ നോക്ക്, നീ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്താലോ? ഒരാഴ്ചത്തേക്ക് നമുക്ക് സ്ട്രേഞ്ചേഴ്സിനെ പോലെ ജീവിക്കാം.
നമുക്ക് ഫേക്ക് കപ്പിൾസ് ആയിട്ട് താമസിക്കാം. അതെങ്ങനെയുണ്ട്? ഓക്കെ, ഇൻട്രസ്റ്റഡ്. രണ്ടാമത്തെ കപ്പിൾസ് ആരാണ്? അന്വേഷിക്കേണ്ടി വരും. നീയുണ്ടല്ലോ, പണ്ടത്തെക്കാൾ കൂടുതൽ ഭ്രാന്തനായിട്ടുണ്ട്. ഇപ്പൊ പഴയതുപോലെ സ്നേഹവും ഇല്ല. പണ്ട് നീയും എന്നെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ഇപ്പൊ നിനക്ക് എന്നെ ഒട്ടും ശ്രദ്ധയില്ല. നമുക്കെന്നാ പഴയതുപോലെ പരസ്പരം സ്നേഹിച്ചാലോ? കൂടുതൽ ആഴത്തില്. അവരുടെ കാറിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് പോയി ഹെൽപ്പ് ചെയ്താലോ? വാ. വാ. ഈ കാറിന് ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ. എന്തു പറ്റി? അത് എന്താന്നറിയില്ല, കാർ പെട്ടെന്ന് നിന്നുപോയി. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വൈ നോട്ട്, തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോ ഇത്ര രാത്രി ആയതുകൊണ്ട് മെക്കാനിക് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. ഈ ഏരിയയിലാണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. എന്താ പറയാ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്താ. പിന്നെ എന്റെ കയ്യിൽ ഡ്രസ്സ് വേറെയുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. താങ്ക് ഗോഡ്, നിങ്ങളെങ്കിലും കണ്ടല്ലോ. ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം? വന്നേ. ശരി, നീ ആ കാറിലേക്ക് കയറിക്കോ. Come on bro, വേഗം വാ. ജീവിതം ഒന്നും ഒരുപോലെയായ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും, അല്ലേ? ശരിയാ നീ പറഞ്ഞത്. ഇതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണമെന്ന്. എന്നാ നമുക്ക് ഇന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്താലോ? പരസ്പരം വെച്ച് മാറാം. നോ ബൗണ്ടറീസ്. എങ്ങനെയുണ്ട്? റൈറ്റ്. അല്ല, എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ഇതൊക്കെ വലിയ കാര്യമാണോ? നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. വാ. നടന്നിട്ട് എത്ര ദിവസമായി? സാർ 2 മാസം. പക്ഷെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആഹാ, പിന്നെ 4 പേരും കൂടെ ലുഡോ കളിക്കുമായിരുന്നു അവിടെ. നാണമില്ല നിനക്കൊക്കെ? എന്തൊക്കെ വൃത്തികേടാ നിങ്ങളൊക്കെ കാണിക്കുന്നത്? സാർ, ഞാൻ അവരെ കൊന്നിട്ടില്ല. പിന്നെ ആ റോക്കിയെയും പ്രിയയെയും ആരാ ക്രൂരമായിട്ട് കൊന്നത്? നിങ്ങൾക്കിടയിൽ മറ്റെന്താ നടന്നത്? സാർ, അന്ന് അങ്ങനെ അത് സംഭവിച്ചു പോയതാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അവരുടെ മരണമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സാറേ. ഇത് ചെയ്തത് നീ അല്ല എന്നുള്ളതിന് എന്താ തെളിവ്? ശരിക്കും അവരെന്നെ അപമാനിക്കുക ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും ഒരു ബോധവുമില്ല. ഇത് നമ്മുടെ പുതിയ സുഹൃത്തുക്കൾക്കും പുതിയ അഡ്വഞ്ചേഴ്സിനും വേണ്ടി. നിങ്ങള് എന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നേ? ലൈഫിൽ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ, അല്ലേ? എൻജോയ്മെന്റ് ഒക്കെ നല്ല തന്നെയാ, പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയതാണ്. പക്ഷേ പരസ്പരം മനസ്സിലാക്കിയവർ ഇഷ്ടപ്പെടുന്നത് ഒരു ബൗണ്ടറീസും ഇല്ലാത്ത കാര്യമാണ്. ഓ നൈസ്. അപ്പോ നിങ്ങളുടെ സ്റ്റോറി എന്താ? ഓക്കെ, നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഷീസ് മാരീഡ് ആൻഡ് ഞാൻ അയാളുടെ ബോയ് ഫ്രണ്ടാ. ഓ വാവ്, സൗണ്ട്സ് എക്സൈറ്റിംഗ് ആക്ച്വലി. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പുതിയ അഡ്വഞ്ചേഴ്സിന് പുതിയ എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. പക്ഷേ അഡ്വഞ്ചർ കൂടുതൽ മനോഹരമാവുന്നത് ഗേൾഫ്രണ്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കുമ്പോഴാ. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നേ? ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ഒരു റിലേഷനും ഇല്ലാതെ. ഞങ്ങൾക്കിത് ഇഷ്ടമാണ്. പരസ്പരം ബന്ധങ്ങളോ ജഡ്ജ്മെന്റോ ഇല്ല. ബുദ്ധിമുട്ടാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, അല്ലേ?
ഈ ബൗണ്ടറീസ് നശിപ്പിക്കുന്നതാ ഏറ്റവും വലിയ കാര്യം. നമ്മൾ പുതിയ ഡയമെൻഷനിലെത്തും. ലുക്ക് ഗൈസ്, നമ്മൾ പരസ്പരം ഒരു രാത്രി മാത്രമല്ല, വിശ്വാസം കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. കം. Shit. Oh no. ഇതെങ്ങനെ സംഭവിച്ചു? Oh shit. Oh. ഒന്ന് കോൾ എടുക്ക്. Oh god. Oh shit. പ്രൈവറ്റ് വീഡിയോയും ലീക്കായി. കാര്യങ്ങൾ കൂടുതൽ വഷളായില്ല. ഞങ്ങൾക്ക് ശരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഒരു പ്രശ്നമില്ല. സന്തോഷ്, ഇനി ഇതെന്റെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞാ പിന്നെ എന്നെ ജീവനോട് വെച്ചേക്കത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയാൾ എന്നെ എന്ത് ചെയ്യും? എന്നെ ചിലപ്പോ കൊന്നെന്നും വരും. ഇതൊക്കെ അറിഞ്ഞ അയാൾ എന്നെ വെറുതെ വിടില്ല. എന്നെ കൊന്നോളെ. സന്തോഷ്, റിലാക്സ് കൂൾ. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ശരിക്കും പേടിയാവുന്നു. എല്ലാം ഇതോടെ അവസാനിക്കും. എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്ത് ചെയ്യും? എന്നെ കൊന്നോളെ. നീ സന്തോഷ്, ഒന്ന് വെയിറ്റ് ചെയ്ത. ഞാനില്ല നിന്റെ കൂടെ. അവരോട് ഞാൻ സംസാരിച്ചോളാം. നീ ഒന്ന് സമാധാനിക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല ആ വീഡിയോ ആരാ റെക്കോർഡ് ചെയ്തതെന്ന്. നിങ്ങൾ രണ്ടുപേരും ആ വീഡിയോ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം. നീ തെറ്റിദ്ധരിച്ചിരിക്കുക സന്തോഷ്. ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ടില്ല. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ? സന്തോഷ്, ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടാക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ഇതാരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയേയില്ല. എനിക്കൊന്നും അറിയണ്ട. 24 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ രണ്ടുപേരും ജീവിതം ഞാൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കും. നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ? ഞങ്ങളല്ല ചെയ്തെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാ അത് ചെയ്ത്? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? റോക്കി, ഇനി നീയാണോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ ആ ക്യാമറ ഇവിടെ എങ്ങനെ വന്നു? അത് എനിക്ക് എങ്ങനെ അറിയാം ആരാന്ന്? എനിക്കൊന്നും അറിയണ്ട. ആ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊന്ന് ഞാൻ കടലിലെറിയും. ഇതാണ് സാർ സംഭവിച്ചത്. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല.
പിന്നെ ആരാ ഈ കൊലപാതകം ചെയ്തത്? സാർ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിന്റെ ഗേൾ ഫ്രണ്ട് എവിടെയാ? ഇന്നലെ മുതൽ ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. സാർ ഇയാളെ അങ്ങോട്ട് കൊണ്ടാക്കുക. വേണ്ട സാർ, എനിക്ക് പോകാൻ അറിയാം. നടക്കടക്കൂടും. കൊലപാതകം ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നോ? സത്യം പറഞ്ഞോ, സീറ്റ് നീ എന്തിനാ കൊന്ന? സാർ, അവൾ എന്നെ ചതിക്കുമായിരുന്നു സാർ. ലവ് മാരേജ് ആയതുകൊണ്ട് എന്റെ വീട്ടുകാർ പോലും എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ടും അവൾ എന്നെ ചതിക്കുകയായിരുന്നു സാർ. വേറൊരുത്തരായിട്ട് അവൾക്ക് അഫയർ ഉണ്ടായിരുന്നു. ജയ് ഹിന്ദ് സാർ. ആ പറഞ്ഞോളൂ. സ്വീറ്റിയെ കൊന്നാളെ പിടിച്ചിട്ടുണ്ട് സാർ. ഗുഡ് ജോബ്. അവൻ എന്റെ കസ്റ്റഡിയിലുണ്ട് സാർ. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. യെസ് സാർ. എത്രയും വേഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ സാർ. എഴുന്നേക്കണം. നടക്കാം. സാർ എന്നെ വെറുതെ ഉണ്ട് സാർ. സാർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്തുപറ്റി? സ്വീറ്റിയെ കൊന്നു കളഞ്ഞു സാർ. കൊലപാതകയെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ചോദിച്ച പൈസ തന്നാ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. എത്ര രൂപയാ വേണ്ടത് അത് പറയും, ഞാൻ അറേഞ്ച് ചെയ്യാം. 50 ലക്ഷം 2 ദിവസത്തിനുള്ളിൽ. പക്ഷെ നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന്. അതൊക്കെ കാശ് കയ്യിൽ കിട്ടിയതിന് ശേഷം സംസാരിക്കാം. ഓക്കെ, ക്യാഷ് റെഡിയാക്കിക്കോ. ഡീൽ ഓർമ്മയില്ലേ? കാശ് കയ്യിലില്ലേ? എല്ലാം പറഞ്ഞതുപോലെ ഓക്കോ. നീയോ? നീയൊക്കെ എന്റെ ജീവിതം നശിപ്പിക്കുവല്ലേ? നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ല. പ്രിയ, ഇൻസ്പെക്ടർ സാർ, എനിക്ക് എന്റെ ഭാര്യയുടെ മുഖം പോലും കാണണ്ടായിരുന്നു. അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ എന്ന് കരുതി അവളെ ഞാൻ തീർത്ത് കളഞ്ഞു. പക്ഷെ ഇൻസ്പെക്ടർ സാർ, ആ സന്തോഷം എന്റെ മുന്നിൽ വരികയാണെങ്കിലുണ്ടല്ലോ, അവനും ഞാൻ ഇതേ വിധി തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്റെ ജീവിതം നശിപ്പിച്ചവരെ ആരും ഞാൻ വെറുതെ വിടില്ല. നീതി നടപ്പാക്കേണ്ടത് കോടതിയാണ്. 3 കൊലപാതകത്തിന്റെ പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ശേഖർ. ഇവനെ കോടതി കൊണ്ടുപോകാൻ പ്രിപ്പയർ ആക്കണം. യെസ് സർ. ആൻഡ് ഗുഡ് വർക്ക്. You